ഹായ് ഗായ്സ്, വെൽക്കം ടു റാങ്ക്സ് പ്ലേ. എന്താ ചെയ്യാ, റങ്സ് എവിടെ എന്ന് ഒരു പയ്യനെ അന്വേഷിച്ചു വന്നു. അപ്പൊ അതാ പയ്യനാണ് ഇരിക്കുന്നത്, മൊബി എന്ന് പറയും. ഹലോ. അതെ, അപ്പൊ ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, റാങ്ക്സ് പ്ലാൻ എങ്ങനെ അറിയാം? റാങ്ക്സ് പ്ലേനെ നമ്മൾ കാണാൻ തുടങ്ങിയത് വീഡിയോയിലൂടെ, അല്ലാന്ന് പറഞ്ഞാൽ നാട്ടിൽ വെച്ചിട്ടാ. അല്ലാതെ എനിക്ക് റാങ്ക്സ് പ്ലേ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അൺഎക്സ്പെക്ടഡ് പിന്നെ ഞാൻ റാങ്ക്സ് കണ്ടു. എവിടെ? മാൾബറോ. ഒരുമിച്ച് വർക്ക് ചെയ്യാണ്, മീറ്റ് ചെയ്തു, കണ്ടു, സംസാരിച്ചു. എന്റെ വീഡിയോയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളവൻ ആദ്യം അല്ലെ. ഒരുമിച്ച് വർക്ക് ചെയ്തതിനെ കുറിച്ചല്ല ഞാനിവിടെ പറയാൻ വന്നത്. ഞാൻ പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാനൊക്കെ വളരെ താഴത്തുനിന്ന് വന്നിട്ടുള്ളവനാ. സപ്പോർട്ടൊന്നുമില്ലേ, ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ല. പക്ഷെ ഒരുപാട് പേര് കളിയാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് മതി, ഐ എം ഹാപ്പി. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ കളിയാക്കാൻ ആൾക്കാരുള്ളപ്പോ. സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേരും, കളിയാക്കാൻ ഒരു 100 പേരുണ്ടെങ്കിൽ ഉണ്ടല്ല, ലൈഫ് മാറും, റേഞ്ച്. അപ്പൊ അതേപോലെ വന്നിട്ടുള്ളതാണ് ഇവൻ. അതാണ് എനിക്കിഷ്ടം, അതാണ് ഞാൻ കാണാൻ വന്നതും കണ്ടതും സംസാരിച്ചതും അല്ലെ. അപ്പൊ ഈ കളിയാക്കിയവരെ പോലെയല്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാല്, നമ്മൾ ഷൈൻ ചെയ്യും. അതുപോലെ ഷൈൻ ചെയ്ത ഒരു പയ്യനാണ് ഇവൻ. കാരണം ഇത്രയും വലിയൊരു ബ്രാൻഡിൽ എത്തി, ഇപ്പൊ സെയിൽസ്മാൻ ആയിട്ട് വന്നു. ഞാൻ കാണുമ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പൊ കല്യാണം കഴിച്ചു. എത്ര പേരെ കല്യാണം കഴിക്കാൻ പറ്റാണ്ട് കേരളത്തിൽ തെണ്ടി നടക്കണ് അല്ല. ഉള്ള കാര്യം പറയണെങ്കിൽ ഒരുപാട് കളിയാക്കപ്പെട്ടിട്ടുണ്ടോ, അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ലൈഫ് മാറും ബ്രോ. നമ്മുടെ ഹോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലെ. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ലേ? സത്യമായിട്ടും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണം. ആളുകൾ കളിയാക്കുമ്പോൾ എന്തോ തോന്നിയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ വിഷമം ഉണ്ടായിരുന്നു. നിന്നെ ചില ആളുകൾ കളിയാക്കിയിരുന്ന സമയത്ത് ഒരാ ചെറിയ മരണം കൊടുക്കാൻ തോന്നി. പക്ഷെ തിരിച്ച് എനിക്ക് കിട്ടണോന്ന് ഞാൻ അടിച്ചില്ല. സത്യം, മനസ്സിലായ? പക്ഷെ നിന്റെ അവര് കളിയാക്കിയിരുന്നപ്പോഴും ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ആ ഇടക്കിടക്ക് തോന്നിയിരുന്നില്ലേ? മാറണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തു. പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? വളരെ താഴ്ന്ന ശമ്പളത്തിന് താഴ്ന്ന ജോലി ചെയ്തിരുന്നതാ. ഇന്ന് ലീഡിങ്ങാ, ബ്രാൻഡ് ലീഡിങ്. സപ്പോർട്ടൊന്നുമില്ലേ, ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ല. പക്ഷെ ഒരുപാട് പേര് കളിയാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് മതി, ഐ എം ഹാപ്പി. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ കളിയാക്കാൻ ആൾക്കാരുള്ളപ്പോ. സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേരും, കളിയാക്കാൻ ഒരു 100 പേരുണ്ടെങ്കിൽ ഉണ്ടല്ല, ലൈഫ് മാറും, റേഞ്ച്. അപ്പൊ അതേപോലെ വന്നിട്ടുള്ളതാണ് ഇവൻ. അതാണ് എനിക്കിഷ്ടം, അതാണ് ഞാൻ കാണാൻ വന്നതും കണ്ടതും സംസാരിച്ചതും. കാരണം ഇത്രയും വലിയൊരു ബ്രാൻഡിൽ എത്തി, ഇപ്പൊ സെയിൽസ്മാൻ ആയിട്ട് വന്നു. ഞാൻ കാണുമ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പൊ കല്യാണം കഴിച്ചു. ഒരുപാട് കളിയാക്കപ്പെട്ടിട്ടുണ്ടോ, അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? ലൈഫ് മാറും ബ്രോ. പരിശ്രമിക്കുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, ലക്ഷ്യപ്രാപ്തിയിൽ എത്തപ്പെട്ട ആൾക്കാരാണ് ഇരിക്കുന്നത്. പയ്യനെ എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പതറാറില്ല. നമ്മൾ താഴ്ന്ന ജോലി ചെയ്യുമ്പോൾ ആളുകൾ പരിഹസിക്കുമ്പോൾ പതറാറില്ല. അതാണ് വേണ്ടത്. ഹോപ്പ് വിടരുത്, പ്രതീക്ഷ വിടരുത്. നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തുസ്റ്റ. അതാണ് ഈ ഇരിക്കുന്ന രണ്ടെണ്ണം. അതാ ഇഷ്ടപ്പെട്ട പോലെയാണോ പോണിപ്പോ അല്ലെ? അത് ഫുൾ ടൈം ഈ ചിരി കണ്ടറിയാൻ പറ്റും. മുഖം ഇങ്ങനെ ചിരിച്ചു വെച്ചിരിക്കുക. അപ്പോ കീപ്പ് ഇൻ ടച്ച്. ഇടക്കൊക്കെ മെസ്സേജ് അയക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. സ്നേഹം നിലനിർത്തുന്നത് മെസ്സേജിലൂടെയാണ്. ഞാനിപ്പോ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, എല്ലാവർക്കും റിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ കീപ്പ് ഇൻ ടച്ച്. ഇതുപോലെ ഒരു സൗഹൃദം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. ഇനി പല പല സൗഹൃദങ്ങൾ ഞാൻ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ എല്ലാവരും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ കീപ്പ് ഇൻ ടച്ച്.